ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഈ കാണുന്ന 3 ക്യാൻഡിൽസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ നമുക്കിന്ന്. ആദ്യം നമുക്ക് നമ്മളെ വാട്ടർ മെലൺ ക്യാൻഡിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എൻ്റെ കയ്യിൽ മോൾഡ് ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ചിരട്ടയുടെ മുകളിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു മോൾഡ് മൈൻ ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. അത് നമ്മൾ വാക്സ് മെൽറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടും ആ ഒരു മോൾഡിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക അതിൽ പറഞ്ഞിട്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കുരുക്കൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വാക്സ് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്യുക, ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് കാണും. പിന്നെ നമ്മളെ കൈ കൊണ്ടൊന്ന് തൊടാൻ പറ്റുന്നൊരു ചൂടാകുമ്പോൾ നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ടും ആ ഒരു കുരുവിൻ്റെ ഷേപ്പാക്കി എടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നമ്മൾ സാധാ വാക്സ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഏത് വാക്സ് ഒഴിക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് വയ്ക്കുക കേട്ടോ, അല്ലെങ്കിൽ അതിലുള്ള വാക്സും മെൽറ്റായി പോകും. പിന്നെ അതിൻ്റെ മുകളിൽ റെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റാൻ വേണ്ടി വെക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത ഉണ്ടാക്കുന്ന നാരങ്ങയാണ് കേട്ടോ. അത് നമ്മൾ വാക്സ് മെൽറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് യെല്ലോ കളർ ആഡ് ചെയ്തിട്ടും ജസ്റ്റ് ഒന്ന് അതിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ സാധാ വാക്സ് സാധാ മാതിരി മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും ചുറ്റിച്ചെടുക്കുക. ജസ്റ്റ് ചൂടാറിയതിന് ശേഷം നടുവിൽ നിന്ന് കുറച്ച് വാക്സ് എടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് ഞാൻ നമ്മൾ സാധാ വാക്സ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കളറൊന്നും ആഡ് ചെയ്യാതെ. പിന്നെ നമ്മൾ നാരങ്ങേൻ്റെ നടുവിൽ ഇങ്ങനെ ചെറിയ വര ഉണ്ടാവില്ലേ, അത് ഞാൻ നമ്മളെ പേന വെച്ച് വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വത്തക്ക് കുരുണ്ടാക്കിയ മാതിരിയാണ് ഇതിനും കുരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന കീവിയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ കളർ എനിക്ക് എല്ലാം ഇഷ്ടമായിട്ടില്ല, കാരണം ഞാൻ യൂസ് ചെയ്തപ്പം ഞാൻ വിചാരിച്ച കളറല്ല വന്നത്. പിന്നെയാണ് എൻ്റെ കയ്യിൽ പിന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കളറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതിലേക്ക് കാപ്പി കളർ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മെൽറ്റ് ആയതിന് ശേഷം ആ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മളെ പച്ച കളർ ഇളം പച്ച കളറായിട്ട് എടുക്കേണ്ടി, അടുത്തപ്പോൾ കടും പച്ച ആയിപ്പോയി, അത് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നേരത്തെ നമ്മൾ നാരങ്ങയ്ക്ക് ചെയ്ത മാതിരി തന്നെ കുറച്ച് വാക്സ് നടുവൊന്നും എടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ സാധാ വാക്സ് ഉണ്ടല്ലോ, ഒന്നും ആഡ് ചെയ്യാത്ത വാക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, സംഭവം റെഡിയാവും. പിന്നെ നടുവിൽ ഇങ്ങനെ ചെറിയ വരട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.